എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ബേസിക് ന്യൂമറോളജി കോഴ്സാണ് തുടങ്ങാൻ പോകുന്നത്. ബേസിക് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അഡ്വാൻസിലോട്ട് പോകാം. ശരി, നമുക്ക് സമയം കളയണ്ട. നമ്മൾ ഏത് കാര്യത്തിനും ഇപ്പോൾ ഇവിടെ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. നിങ്ങളുടെ സമയമാണ് ഇവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം നിങ്ങളുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് അതുകൊണ്ടുള്ള റിസൾട്ട് നമുക്കറിയണമല്ലോ. നമ്മൾ ഈ ന്യൂമറോളജി ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ സമയം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ന്യൂമറോളജി എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ന്യൂമറോളജി എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ സയൻസാണ്. അതായത് ജ്യോതിഷത്തിന് അല്ലെങ്കിൽ ആസ്ട്രോളജിക്ക് പറയാവുന്നത് പോലെ ഒരു പാരമ്പര്യം. ആസ്ട്രോളജി അറിയാം, വേദാംഗമാണ്, വേദത്തിൻ്റെ കണ്ണാണ് ആസ്ട്രോളജി എന്ന് പറയും. അതുപോലെ ഒരു കാര്യം നമുക്ക് ന്യൂമറോളജിയിൽ അവകാശപ്പെടാൻ കഴിയില്ല. ഇത് പ്യുവറായിട്ട് ഒരുപാട് ഡാറ്റ കളക്ഷൻ നടത്തി അതിൽ നിന്നും കണ്ടെത്തിയ ഉരുത്തിരിഞ്ഞു വന്ന ചില കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു പാറ്റേണിലുള്ള കാര്യങ്ങൾ, അത് വെച്ചിട്ടാണ് ന്യൂമറോളജി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ന്യൂമറോളജി ഉണ്ടായെന്ന് പറയുന്നു. പിന്നീട് ഇന്ത്യയിൽ ലുപ്തപ്രചാരത്തിലായിപ്പോയി, അത് ഇന്ത്യയിൽ ഇല്ലാണ്ടായിപ്പോയി. പിന്നീട് വിദേശ രാജ്യങ്ങൾ, അതായത് വെസ്റ്റേണിലും മറ്റ് ഏഷ്യൻ കൺട്രീസിലും ഇതുണ്ടായിരുന്നു പറയുന്നു. പല സിസ്റ്റങ്ങളുണ്ട്. പൈതഗോറിയൻ സിസ്റ്റമുണ്ട്, കബാല സിസ്റ്റമുണ്ട്, കലീഡിയൻ സിസ്റ്റമുണ്ട്. ഇതിലിപ്പം നമ്മൾ കൂടുതലും ബേസ് ചെയ്യുന്നത് കലീഡിയൻ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ന്യൂമറോളജി ചൈനയിൽ വളരെ പോപ്പുലറാണ്. ചൈനയിൽ ഇപ്പോഴും അവർ കാര്യക്ഷമമായിട്ട് ന്യൂമറോളജി ഉപയോഗിക്കുന്നുണ്ട്, ഫെങ്ഷുയി ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ചൈനയിൽ ഒളിമ്പിക്സ് ഉണ്ടായത് 2008 എന്ന് പറഞ്ഞ വർഷമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം 8 എന്ന് പറഞ്ഞ വർഷത്തിന് വളരെ പ്രയോറിറ്റിയാണ്. അപ്പോൾ 2008 അവർ ഒരു 8-ാം മാസം 8-ാം തീയതി രാത്രി 8 മണിക്കാണ് ഈ ഒളിമ്പിക്സിൻ്റെ ഫ്ലാഗ് ഓഫ് നടത്തുന്നത്. കാര്യം 8 എന്ന് പറയുന്നത് വളരെ ലക്കാണ്, വെൽത്താണ് എന്നൊക്കെയാണ് അവർ വിശ്വസിക്കുന്നത്. അവിടെ വാഹനങ്ങളുടെ നമ്പറൊക്കെ 8 എന്ന് പറഞ്ഞ നമ്പറിന് വളരെ ഡിമാൻഡാണ് അത്രേ. അപ്പോൾ 8 അവർക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, അവരിന്നും ഇതിൽ വിശ്വസിക്കുന്നു. അപ്പം ഇതുപോലെ ചൈനീസിലൊക്കെ വളരെ പോപ്പുലറായി ന്യൂമറോളജി പിന്നീട് ഇന്ത്യയിലേക്ക് വരികയും, ഇന്ത്യയിൽ ഓൾറെഡി ഒരു സിസ്റ്റമുണ്ട്, ആസ്ട്രോളജി ബേസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ടല്ലോ. ഇവിടെ 1 മുതൽ 9 വരെ ഗ്രഹങ്ങളുണ്ട്. ഈ ന്യൂമറോളജിയിൽ 1 മുതൽ 9 വരെയുള്ള നമ്പറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡ്യുവൽ നമ്പർ, 2 നമ്പർ വരുമ്പോൾ അതിനെ നമ്മൾ ഒന്നാക്കി മാറ്റും, സിംഗിൾ നമ്പർ ആകും. അപ്പോൾ ഈ 1 മുതൽ 9 വരെയുള്ള ഗ്രഹങ്ങളെ നമ്മൾ ഈ 1 മുതൽ 9 വരെയുള്ള നമ്പറുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ഉപയോഗിച്ച് വരുന്നത്. ഒരു വേദിക് സിസ്റ്റം പോലെ ആയത്. കലീഡിയനാണ് നമ്മൾ ബേസ് ചെയ്യുന്നത്, എന്നാലും ഇതിനെ ഈ പ്ലാനറ്റുകളുമായിട്ട് മെർജ് ചെയ്തിട്ട് നമ്മുടേതായ തനത് രീതിയിൽ ഒരു സംഭവം ഡെവലപ്പ് ചെയ്തെടുത്തു. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഇതിൽ നിന്ന് അറിയാൻ പറ്റും. എന്തൊക്കെയാണ് നമ്മുടെ സ്ട്രെങ്ത്ത്, എന്തൊക്കെയാണ് നമ്മുടെ വീക്ക്നെസ്. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ 2-ാം തീയതി ജനിച്ച ഒരാൾ, 2-ാം തീയതി ആയിക്കോട്ടെ, 11-ാം തീയതി ആയിക്കോട്ടെ, 29-ാം തീയതി ആയിക്കോട്ടെ, ഇവർ ഈ 2 എന്ന് പറഞ്ഞ നമ്പറിൻ്റെ പ്രത്യേകത ഹൈലി ഇമോഷണൽ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം ഒരാൾ 8-ാം തീയതി ആണെങ്കിൽ അയാൾ വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കും. 6-ാം തീയതി ആണെങ്കിൽ വളരെ സെൻസിറ്റീവ് ആയിരിക്കും, 6-ാം തീയതി ജനിക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ സ്ട്രെങ്ത്ത് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ വീക്ക്നെസ്സും മനസ്സിലാക്കാൻ പറ്റും. ഇത് നമുക്ക് നമ്മുടെ കരിയറിലും ജോബിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഏത് തരത്തിലുള്ള കരിയർ വേണം, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ജോബ് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ ന്യൂമറോളജി ഉപയോഗിക്കാൻ പറ്റും. പിന്നെ മാച്ച് മേക്കിംഗ്. ഇപ്പം ആസ്ട്രോളജിക്കലി ഇതില്ലാത്തവർക്ക്, അതായത് ഹൊറോസ്കോപ്പ് ഇല്ലാത്തവർക്ക് മാച്ച് മേക്കിങ്ങിന് വേണ്ടി ന്യൂമറോളജി ഉപയോഗിക്കുന്നവരുണ്ട്. അതും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് എന്താണ്, നമ്മൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നമ്മുടെ ഒരു സൈക്കിക് നമ്പറും ഡെസ്റ്റിനി നമ്പറും വെച്ചും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് നമുക്ക് മാനേജ് ചെയ്യാനും ന്യൂമറോളജി ഉപയോഗിച്ച് പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നമ്മൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഒരുപാട് കാണുന്നുണ്ട്. ആളുകൾ ബിസിനസ് തുടങ്ങാൻ നേരത്ത് ഒരു നല്ല ഡേറ്റ് ചോദിക്കുന്നു, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് പേരിടാൻ നേരത്ത് ഒരു നല്ല പേര് വേണം, അല്ലെങ്കിൽ ആ പേര് ലെറ്റേഴ്സ്, നെയിം നമ്പർ എന്ന് പറയുന്നത്, ആ പേര് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി ന്യൂമറോളജി ഉപയോഗിക്കുന്നു. ബിസിനസ്സിൻ്റെ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ, സ്ഥാപനം രജിസ്ട്രേഷൻ നടത്തുന്ന ഡേറ്റ്, അതിന് ന്യൂമറോളജി ഉപയോഗിക്കുന്നു. സ്ഥാപനത്തിൻ്റെ പേര് നിശ്ചയിക്കാൻ ന്യൂമറോളജി ഉപയോഗിക്കുന്നു. സിനിമാ നടന്മാരുടെയൊക്കെ കണ്ടിട്ടില്ലേ, അവരൊക്കെ പേരിലെ ലെറ്റേഴ്സ് മാറ്റുന്നു. അങ്ങനെ പലതരത്തിലും ആളുകൾ ഉപയോഗിക്കുന്നു. അതൊക്കെ ന്യൂമറോളജി ബേസ് ചെയ്താണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ നമുക്കൊരു തോന്നാം ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ. എന്തായാലും ഒരുപാട് സെലിബ്രിറ്റീസും മറ്റാളുകളൊക്കെ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്, അവർക്ക് അതിൻ്റെ ഗുണവും കിട്ടുന്നുണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ അവർ പിന്നീടും കൂടുതൽ ആളുകൾ ഇത് ചെയ്യുന്നത്. നമുക്കൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ശരിയോ തെറ്റോ ആവട്ടെ, നിങ്ങളുടെ അടുത്തൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇതുമുണ്ട്, ഇതിപ്പം ന്യൂമറോളജി വെച്ചിട്ടുള്ളതാണ് എന്നുള്ളതെങ്കിൽ അത് രണ്ടിൽ ഏതെങ്കിലും ചൂസ് ചെയ്യാനൊരു അവസരം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാമല്ലോ. നമുക്കുള്ള എല്ലാ അവസരങ്ങളും നമുക്ക് ഉപയോഗിക്കാം. അപ്പം ന്യൂമറോളജി കൊണ്ട് ഇങ്ങനെ ചില നേട്ടങ്ങളുണ്ട് ലൈഫിൽ. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാച്ച് മേക്കിങ്, നമ്മുടെ ഒരു സ്ട്രെങ്ത്ത്, നമ്മുടെ വീക്ക്നെസ്, നമ്മുടെ ജോബ്, കരിയർ,
നമ്മളുമായിട്ട് ഇടപെടുന്ന ആളുകൾ അവരെത്രക്കാരാണ് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ആസ്ട്രോളജി പോലെ വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ന്യൂമറോളജി ഉപയോഗിക്കാം. അപ്പോൾ ന്യൂമറോളജി പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം ഇതാണ്. അത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. എന്നിട്ടാണ് പിന്നെ നമ്മൾ നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. അടുത്ത ക്ലാസ് നമ്മൾ ലോഷോ ഗ്രിഡ് എന്ന് പറഞ്ഞൊരു സംഗതിയാണ് പഠിക്കുന്നത്. ന്യൂമറോസ്കോപ്പ് എന്ന് പറയും. അതിനെക്കുറിച്ചായിരിക്കും അടുത്ത ക്ലാസ്.